എല്ലാവർക്കും OSPയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആകാശ് ഷാജി, ഞാൻ അഖിൽ ടൈറ്റസ്. അപ്പം നമ്മൾ വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണ്. അതെ, നമ്മൾ ഈ ഭൂമിയുടെ താഴെയുള്ള എന്തിനേയും ഏതിനെയും പറ്റി നമ്മൾ സംസാരിക്കും. അതെ, അത്രേ ഉള്ളൂ. അത്രേ ഇതുണ്ടല്ലോ, ഇന്ന് ഞാൻ ഈ എപ്പിസോഡിനെ പറ്റി ഞാൻ ചിന്തിക്കുമ്പോ നമ്മള് ഒരുപാട് പേര് സംസാരിക്കാൻ താല്പര്യമില്ലാത്തൊരു ടോപ്പിക്കാണ് ഗാംബ്ലിംഗ്. കാര്യം ഗാംബ്ലിങ്, സ്കാം, ഓരോരുത്തരൊക്കെ പെട്ട് നമ്മൾ ഈ നാട്ടിൽ വരുമ്പോ എല്ലാരും പെടുന്നൊരു സാധനമാണത്. തുടക്കത്തില് കയ്യിലോട്ട ഫ്രീഡം കിട്ടുമ്പോ കിട്ടും. അതെ, നമ്മളിപ്പോ ഒരു 18 അല്ലെങ്കിൽ 20 വയസ്സിൽ ഇവിടെ അല്ലെങ്കിൽ എപ്പോ വന്നാലും ആദ്യം വരുമ്പോ എക്സ്പീരിയൻസ് ചെയ്യണ കുറെ സംഭവങ്ങളാണ്. ഇപ്പൊ കസിനോ പോക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ടൈപ്പ് ഗാംബ്ലിംഗ് ഉണ്ടാവും. പിന്നെ ഓരോ സ്കാമിലും ചെന്ന് പെടുന്നത്. കസിനോ പോയിരുന്നോ? കസിനോയില് പോയിരുന്നു. നയഗ്ര ഫോൾസില് ആണ് നമ്മൾ താമസിച്ചിരുന്നേ. ഞാൻ താമസിച്ചിരുന്നതിന്റെ അവിടെ നടക്കാനുള്ള ദൂരമുള്ളൂ കസിനോയിലേക്ക്. ഫുള്ള് മറ്റേ ടൂറിസ്റ്റ് ഒക്കെ വന്ന് നിറഞ്ഞേക്കുന്ന മുട്ടൻ കസിനോ ആണോ? ആ, വലിയ കസിനോയാ, 24 മണിക്കൂറാ. അതെ, 2 കസിനോ ഉണ്ട്. പഴയ ഓൾഡ് കസിനോ ഉണ്ട്, ന്യൂ കസിനോ ഉണ്ട്, രണ്ടുണ്ട്. പുതിയതിലാ പോവാറ്. വലിയ സാധനം ആയിരിക്കും അത്. കാരണം അതിനകത്ത് ചിലപ്പോ ഇപ്പൊ നമുക്ക് കസിനോ ലാസ് വേഗസ് മൂഡാണോ? അതെനിക്കറിയില്ല. ലാസ് വേഗസ് കസിനോ ഞാൻ പോയിട്ടില്ല, പോയിട്ടില്ല. എന്നാലും സിനിമ കണ്ട പോലെയല്ല, വേറെയാണ്. ഇവിടെ എന്ന് പറയുമ്പോ അവിടെ കസിനോ പ്രിവിലേജ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ബഫേ 10 $10 കഴിക്കാം. അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ പോകുന്നത്. കാര്യം അന്ന് നോക്കുമ്പോ ഈ $10 ഈ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് $20 കളിച്ചാൽ മതി. $20 കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ മാസവും ഒരു $10 ഒരു പ്രാവശ്യം കഴിക്കാനുള്ള ക്രെഡിറ്റ് കിട്ടും. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് പോകുന്ന ആ ബഫയുടെ പേര് ഓൾ അറൗണ്ട് ദ വേൾഡ് എന്നാ. കാര്യം എല്ലാ ടൈപ്പ് ഫുഡും അതിനകത്തുണ്ട്. $10 ഇഷ്ടമാതിരി ഫുഡ് നമുക്ക് 2 മണിക്കൂർ. അതറിയില്ല, ഞാൻ അടുത്ത പ്രാവശ്യം നോക്കാം. നമ്മുടെ ഇവിടുത്തെ ഹാലിഫാക്സിലെ കസിനോയിലുണ്ടോ? ഇവിടത്തെ എന്തൊട്ട് ബഫേ? അയ്യോ, കമ്പയർ ചെയ്യല്ലേ. ഇവിടുത്തെ ഓൾ അറൗണ്ട് ബഫേ എന്ന് പറയുമ്പോൾ 5 സാധനങ്ങളുണ്ട്. എടാ, ഇതെന്ന് പറയുമ്പോ നമ്മളെ എന്തൊട്ടാ പറയാ, ഇതിന് എന്താ കമ്പയർ ചെയ്യണ എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ നാട്ടിലൊരു കല്യാണത്തിന് പോകുമ്പോ ഓരോ ഏരിയയിൽ ഒരു സാധനം വെച്ചിട്ടില്ലേ, അത്രയും ഫുഡുകളാ. ഇപ്പൊ കേരള ഫുഡ് അല്ലെ, ഇന്ത്യൻ ഫുഡ് ഇവിടെ, ചൈനീസ് ഫുഡ് അൺലിമിറ്റഡ്. 10 രൂപയ്ക്ക്. അന്ന് 10 രൂപ ആയിരുന്നു കേട്ടോ. ഇന്ന് എന്നാലും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. കാരണം അവര് ഈ കോസ്കോ പോലെ ഇതിന് കാശ് കൂട്ടൂല. കാരണം ഈ ഫുഡ് കഴിക്കാൻ വന്നവർ എന്നാലും ഒരു 10 രൂപ കളിച്ചിട്ട് പോകും അല്ലേ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ പോകുന്നത്. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ പിന്നെ നമ്മള് ഈ വർക്ക് പെർമിറ്റിലും പിന്നെ ഈ ഡെലിവറി ജോലിയൊക്കെ തുടങ്ങുമല്ലോ. പിസ്സയുടെ ഞാൻ ഡെലിവറി ജോലി തുടങ്ങിയപ്പോ പിന്നെ നമ്മുടെ കയ്യിൽ എപ്പോഴും $100 എന്തായാലും ഒരു ദിവസം ഒരു $100-120 ഒരു ദിവസം ഉണ്ടാക്കും, എങ്ങനെ കറക്കി കുത്തിയാലും. അപ്പൊ ആദ്യം പോയപ്പോ ഒരു $20 കളിക്കും. അപ്പൊ ചിലപ്പോ 20-30 രൂപ കിട്ടും. ഈ സ്ലോട്ടാ കളിക്കണത്. അത് കഴിഞ്ഞ് പിന്നെ $40 ഇങ്ങനെ കൂട്ട്. പിന്നെ ഇടക്കിടക്ക് $50 കളിക്കും, അങ്ങോട്ട് പോകും. അപ്പൊ അതുണ്ടാക്കാൻ വേണ്ടി വീണ്ടും ഏത് ഗെയിമാ കളിക്കാ? ഓർമ്മയൊന്നും ഇല്ല. എന്റെ ഫേവറേറ്റ് ഗെയിം മറ്റേ റോളറ്റ് ആണോ? അത് വേറെയാണ്. അത് കാശ് ഭയങ്കര ഫാസ്റ്റാ. പക്ഷെ അതിന് ടാക്ടിക്സ് ഉണ്ടെന്ന്. മറ്റേ ചുമലയിലും മറ്റേ ബ്ലാക്കിലും ഉണ്ടല്ലോ, അതിന് മാത്രം വെച്ചാൽ മതി. ഒന്നെങ്കിൽ ആ ബോള് കറങ്ങി 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 ഒന്നേ ചുമല വീഴും, അല്ലെ മറ്റേ കറപ്പിൽ വീഴും, ഏതായാലും കിട്ടും. അതെ, അത് ശരിയാണ്. അതൊന്നും ആദ്യമൊന്നും അതിനുള്ള ബോധമില്ല. നമ്മളവിടെ ചിലപ്പോ കുറെ കളറുള്ള ഈ ഗെയിം കാണുന്നത് മറ്റേ സ്ഥലത്തേക്ക് പോകുമ്പോ പേടിയാ. ഇതെന്താ സാധനം അറിയില്ല. ഈ കാർഡും ഈ സാധനങ്ങളൊക്കെ കാണുമ്പോ നമുക്ക് പേടിയാ. ഇതെന്ന് പറയുമ്പോ കൊണ്ടുപോയി കാശ് ഇട്ടാ മതി. ഇത് മറ്റേ മെഷീനെ അത് കളിച്ചാൽ മതി. അതിൽ നിന്ന് എനിക്കൊരു 400 രൂപ അടിച്ചിട്ടുണ്ട് ഒറ്റ ടൈമിൽ. കാശ് കിട്ടുമോ? കാശ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതേപോലെ കാശും പോയിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ പിന്നീട് ചിന്തിക്കുമ്പോ എല്ലാ ദിവസവും പോകണ്ടല്ലോ ഈ ഡെലിവറി ജോലി കഴിഞ്ഞ് രാത്രി 2 മണിക്ക് പോവും, ഒരു $50 കളിക്കും, അത് പോവും, തിരിച്ചു വരും. പിന്നെ ചിലപ്പോ അതിന്റെ വിഷമത്തിൽ ചിലപ്പോ ഒരു ദിവസം പോകില്ലായിരിക്കും, പിന്നെ വീണ്ടും പോവും, പിന്നെ കാശ് കൊടുക്കും, പിന്നെ ഇങ്ങനെ പോയി കുറെ കാശ് കളഞ്ഞിട്ടുണ്ട്. അന്ന് നോക്കുമ്പോ ഈ $50 കളയണത് കുറെയാണ്. ഞാൻ എന്നിട്ട് എനിക്ക് പേടിയായി. ഞാൻ പേടിയായിട്ട് ഞാൻ ഗാംബ്ലിംഗ് അഡിക്റ്റ് ആയി വിചാരിച്ച് ഞാൻ എന്നിട്ടുകൊണ്ട് അവിടെ നമുക്ക് സൈനപ്പ് ചെയ്യിക്കാം ഗാംബ്ലിംഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. എല്ലാ കസിനോടകത്തും അങ്ങനത്തെ ഒരു ലോ ഉണ്ട്. നമുക്ക് അവിടെ പോയി നമ്മുടെ പേര് കൊടുക്കാം, നമ്മളെ തന്നെ ബാൻ ചെയ്യാം. നമ്മളെ തന്നെ സൈൻ ചെയ്ത് കൊടുക്കുമോ? നമ്മൾ തന്നെ സൈൻ ചെയ്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കയറാൻ പറ്റില്ല. എന്താ 2 വർഷത്തേക്കോ അങ്ങനെ എന്തുകൊണ്ടാണ് ബാൻ? ആണോ? അങ്ങനെ ഒരു സെറ്റപ്പ്. അങ്ങനെ സ്വന്തമായിട്ട് ബാൻ ചെയ്തോ? സ്വന്തമായിട്ട് ഞാൻ പേടിച്ചു പോയി.
ഞാൻ കാശ് കുറച്ച് ചെലവാക്കിയായിരുന്നു. ഈ പറഞ്ഞ ഈ $50 വെച്ച് കൊടുക്കുമ്പോ ഒരു 6 മാസം കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപയാവും? ഓ ശരിയാ. ഞാൻ പക്ഷെ അത്ര ഒന്നും പോയിട്ടൊന്നുമില്ല. ലൈക്ക് ഞാൻ പോയിട്ടുണ്ട്, ലൈക്ക് സിഡ്നിയിലെ കൊളത്തൊന്നുമില്ല. അത് കാരണം ഇവിടെ ഹാലിഫാക്സിൽ ഞങ്ങൾ വണ്ടി വിളിച്ച് വന്നിട്ടുണ്ട്. ഞാനും എന്റെ കൂട്ടുകാരനോട് അവിടെ വണ്ടി വിളിച്ച് വന്ന് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കസിനെ പോയിട്ടുണ്ട്. എന്നിട്ട് ലൈക്ക് ഈ പറഞ്ഞ റോളറ്റ് മാത്രമേ കളിക്കത്തുള്ളൂ. ഈ പറഞ്ഞ നെക്കല് പരിപാടി ഒന്നും എനിക്ക് അറിയാൻ പാടില്ല. കാർഡിലെ പരിപാടി എനിക്ക് അറിയാൻ പാടില്ല. ആകെ അറിയാവുന്ന റോളറ്റാ. അതെന്ന് പറഞ്ഞാൽ മറ്റേ റോളറ്റ് അറിയത്തില്ല, അതായത് ഇങ്ങനെ കറക്കുന്ന. അതറിയാം, ഞാൻ റോളറ്റ് നമ്പർ സാധനമുണ്ട്. റെഡും ബ്ലാക്കും ഏറ്റവും പുറത്ത്. അത് കഴിഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും വെച്ചിട്ട് കിട്ടുവാണെങ്കിൽ ഡബിൾ അടിക്കും. $10, $20 മിനിമം വെക്കുന്നത്. അപ്പൊ $20 വെച്ചാൽ $40 കിട്ടും. അതിന് തൊട്ടടുത്ത സാധനമുണ്ട്, 3 തിരിച്ചിട്ടുണ്ട്. 1 തൊട്ട് 16 വരെയോ 12 വരെയോ 12 തൊട്ട് അങ്ങനെ 3 തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ട്രിപ്പിൾ അടിക്കും. 20 വെച്ചാൽ 60 അടിക്കും. ആ സെറ്റപ്പ്. അതിനപ്പുറത്ത് മറ്റേ ഇതുണ്ട്, ലൈക്ക് ഓരോരോ നമ്പേഴ്സ് ഉണ്ട്. 1 to 36 നമ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും നമ്മള്, അതായത് ഈ ബോള് ഇങ്ങനെ കറക്കി പുള്ളി ഇങ്ങനെ കറക്കി എന്നിട്ട് അത് കറങ്ങി ഏത് നമ്പറിലാണോ വീഴുന്നത് അതിലായിരിക്കും അടിക്കുന്നത്. അത് ബ്ലാക്ക് ഓർ വൈറ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ നേരത്തെ സാധനം നമ്പറിലെങ്ങാനും വിളിച്ചാൽ പിന്നെ കോടീശ്വരൻ. ഓ ഞങ്ങൾ എന്നിട്ട് പക്ഷെ ഇത് അകത്തൊന്നും കളിക്കത്തില്ല, കാരണം റിസ്ക് കൂടുതലാ. ഒരെണ്ണം വെച്ചിട്ട് അത് പോയില്ല. കാരണം മറ്റേ റെഡും ബ്ലാക്കും മാത്രം. മാക്സിമം ഞങ്ങൾ വെക്കുന്ന $20, $30 അതിലൊക്കെ ഞങ്ങൾ കളിക്കത്തുള്ളൂ. അതിൽ കൂടുതൽ കളിക്കത്തില്ല. ഞാൻ ഇവിടുത്തെ കസിനോ പോയപ്പോഴാണ് ആദ്യം റൂളറ്റ് കളിക്കണേ. അവിടെ ഈ സാധനം ചെല്ലുമ്പോ ഈ നമ്മുടെ കൂട്ടുകാരനുണ്ട്, ഇവൻ പോയി ഇങ്ങനെ കുറെ എടുത്ത് ഇടയിലേക്ക് വെക്കും. എനിക്കറിയാം, ഇപ്പൊ അറിയത്തില്ല കേട്ടോ എങ്ങനെ അതൊക്കെ വെക്കുന്നത്. എനിക്കറിയില്ല. ഞാനപ്പോ തന്നെ അവന്റെ അടുത്ത് ഈ അടുത്ത് കുറച്ചാൾക്കും പോയത്. അപ്പൊ ഒരു $100 എടുത്തിട്ട് ഞാൻ എന്നിട്ട് ഈ കോയിൻ മേടിക്കും. നീ തന്നെ വെച്ചോ, കിട്ടുവാണെങ്കിൽ എനിക്ക് തന്നാ മതി. അത് ഇങ്ങനെ കളിച്ചിട്ട് $100 തിരിച്ചു കിട്ടുമ്പോ ഞാൻ പിടിച്ചോ, ഞാൻ പിന്നെ വിളിക്കില്ല. കാര്യം എനിക്ക് അറിയില്ല തന്നെ കളിക്കണേന്ന്. ഇതിന്റെ വിഷയം അതല്ലെന്ന്. ലൈക്ക് ഇത് കാശ് കിട്ടും, ലൈക്ക് വെച്ച സാധനം ഡബിളായി ഇരട്ടിയായി ഇങ്ങനെയാവും. എന്നിട്ട് നമ്മള് ഈ ഇട്ട കാശൊന്നും അതിന് നമുക്ക് സേവ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് പോക്കറ്റിലോട്ട് എടുത്ത് മാറ്റി വെക്കും. എന്നിട്ട് പ്രോഫിറ്റ് കിട്ടിയ കാശ് മാത്രം വെച്ചിട്ട് നമ്മൾ കളിക്കുള്ളൂ. ഉറപ്പാണ്. അന്ന് പ്രോമിസ് ഈ പോക്കലുള്ള സാധനം തൊടത്തില്ല, 100% തൊടത്തില്ല. എന്നിട്ട് മറ്റേ പ്രോഫിറ്റ് വെച്ചിട്ട് വീണ്ടും കളിക്കും. കുറച്ച് കാശാവും, പിന്നെയും അത്യാഗ്രഹമാവും, എന്നിട്ട് വീണ്ടും കളിക്കും. അപ്പൊ ആദ്യത്തെ പോവും. ബാക്കി ലാഭം ഇരിക്കുമല്ലേ, വിഷയമില്ല. അപ്പൊ മുതലൊക്കെ നമ്മളെ പോക്കറ്റിലുണ്ട്. അത് വെച്ചിട്ട് വീണ്ടും കളിക്കും. അത് വെച്ചിട്ട് അത് വീണ്ടും പോവും, വീണ്ടും കളിക്കും. ഇരിക്കുന്ന സാധനങ്ങളെല്ലാം പ്രോഫിറ്റ് തീർക്കും. അത് കഴിഞ്ഞിട്ട് എടാ നമുക്ക് കിട്ടൂടാ, ഉറപ്പായിട്ട് കിട്ടും. പോക്കറ്റിൽ നിന്ന് എങ്ങനെ എടുക്കും, ഇത് ഞാൻ വെച്ചോട്ടെ, വെക്കല് പ്രോമിസ് ഒന്നുമല്ലേ നീ. അവൻ എൻ്റെ അടുക്ക് ചോദിക്കും. ഞാൻ പറയാം അല്ല, കിട്ടും, 100% കിട്ടും. നിന്റെ നീ സേഫ് ആയിട്ട് വെച്ചോ, ഞാൻ കൊണ്ട് വെക്കും. ഇതാണ് ഗാംബ്ലിങ്ങിന്റെ സ്റ്റോറി. ഇതെല്ലാരും പറയുള്ളൂ ഞാൻ കുറെ കാശ് ഉണ്ടാക്കി ഗാംബിൾ ചെയ്ത്. ഇതില് കാര്യം ഇപ്പഴത്തെ നമ്മൾ 1000 ഉണ്ടാക്കി, ഇപ്പത്തെ 2000 കൊടുക്കുന്നുണ്ട്. അന്ന് സത്യട്ടോ അതെ. അതിപ്പോ ഈ ഇതേപോലെയാണ് ഇപ്പൊ ഈ ഓൺലൈൻ ഗാംബ്ലിങ്ങില് കുറെ ആളുകൾ സ്പോൺസർ ചെയ്യൂല. കുറെ സെലിബ്രിറ്റീസിനെ അവരെ അംബാസഡർ ആക്കി മാറ്റും. ഇവര് എന്റെ മുമ്പിൽ ഇരുത്തിട്ട് ദൈവന്റെ 1000 രൂപ കളിച്ച് ദൈവന്റെ 1,00,000 ഉണ്ടാക്കി. ഇവന്റെ ഈ സാധനം സ്കാം, ഈ സാധനം അടിച്ചിട്ട് പിള്ളേരുകൾ പോയി. റൂബെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇവിടെ ഒരു സംഭവം ഉണ്ട്. അത് ഇതേപോലത്തെ ഓൺലൈൻ ഗെയിമിങ്ങിന്റെയാണ്. ആ സാധനത്തിന്റെ അകത്ത് ഫുള്ള് ഇതാ കാണിച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ആ കോവിഡിന് മുന്നത്തെ ആ ഒരു സമയത്താണ് ഞാൻ ഇതിന് പോയത്. മറ്റേ ഹാലിഫാക്സ് വണ്ടി വിളിച്ചു വന്നത്. അത് കഴിഞ്ഞിട്ട് കോവിഡ് ആയപ്പോഴത്തേക്ക് എല്ലാം അടച്ചു പൂട്ടിയില്ലേ, പിന്നെ ഫുള്ള് ഓൺലൈൻ അല്ലായിരുന്നു. കുറെ ഈ റോളറ്റ് മാത്രമേ കളിക്കത്തുള്ളൂ, ഫുള്ള് മറ്റേ അതിനകത്തിട്ട് കളിക്കും, കാശ് പോവും. പക്ഷെ ഒരു ലിമിറ്റ് ഞാൻ പക്ഷെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യത്തിൽ അതിൽ കൂടുതൽ ഞാൻ കളിക്കൊന്നുമില്ലായിരുന്നു. എന്റെ നേരം എനിക്ക് ചിന്തിച്ചു പോകുമ്പോ ഞാൻ അതിന്റെ എക്സ്ട്രീം വരെയൊക്കെ പോകും. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് എന്നെ ഞാൻ ബാൻ ചെയ്തോളത്. അത് അവിടെ ചെന്ന് ഞാൻ ചോദിച്ച്, ഞാൻ അവിടെ ചെന്ന ഹെൽപ്പ് ലൈനിൽ ആളിരിപ്പുണ്ടാവും. അപ്പൊ അവിടുത്തെ ഞാൻ ചോദിച്ചു, എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ, ഞാൻ ഇങ്ങനെ കാശൊക്കെ കൊണ്ടുപോയി കളയുന്നുണ്ട്. ഇങ്ങനെ $50 വെച്ച് ഇടക്കിടക്ക് പറയാൻ പറ്റും. നാണക്കേടാ, അവിടെ അപ്പുറത്ത് മറ്റേ 5000, 10,000 ഒക്കെ കളയുന്നവന്മാരുണ്ട്. കുറച്ച് കാശ് ഇങ്ങനെ കളയുന്നുണ്ട്. എനിക്കത് കൺട്രോൾ ചെയ്യാൻ എനിക്ക് ടെൻഷനാന്ന് പറഞ്ഞേ, ഞാൻ ഗാംബ്ലിംഗ് അഡിക്റ്റ് ആണെന്ന്. അവള് പറഞ്ഞ്
എന്നാ പിന്നെ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്, അപ്പൊ നിങ്ങൾ അവിടെ ചെന്ന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഇവിടെ ഇത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പോലീസിനെ വിളിക്കുന്നു. ശരി, ഓക്കെ ആയിക്കോട്ടെ, നല്ല കാര്യം. പോലീസിനെ പിടിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വരില്ലല്ലോ, അത് നേരെ അതീത് അങ്ങനെ ഒഴിവായി. പക്ഷെ നമ്മുടെ കൂട്ടുകാർ ഇഷ്ടം മാതിരി കാശ് കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്, ഇതീ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. നേരെ ഈ ഓൺലൈൻ ഗാംബ്ലിങ്ങില് ഇപ്പൊ അത് ഡ്രേക്ക് കളിക്കുന്നുണ്ട്, മോഹൻലാൽ കളിക്കുന്നുണ്ട്, ഇവര് കളിച്ചിട്ട് ഈ കാശ് കിട്ടുന്നുണ്ടല്ലോ, എന്നാ പിന്നെ ഞാനും കളിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കുറെ തിരികളയും. അത് കഴിഞ്ഞിട്ട് വേറൊരു ടൈപ്പ് സംഭവങ്ങളുണ്ട് കാശ് കളയണത്, സ്കാം വന്നത്. കുറെ ആള് പറയുമല്ലോ, നീ 500 രൂപ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച 50,000 എടുത്ത് തിരിച്ചു തരാം. ക്രിപ്റ്റോ ഇങ്ങനത്തെ സാധനങ്ങളാണ്. കുറെ ഈ വാട്സപ്പിൽ കുറെ മെസ്സേജ് വരും, നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമ്പോ നമുക്കറിയാവുന്ന ഒരാള് ഇങ്ങനെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. 500 രൂപ ഇട്ടു, $500 ഇട്ടു. അത് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഈ 500 ഇട്ട് കഴിഞ്ഞാൽ ഒരു 3 days കഴിയുമ്പോൾ ഒരു 5,000 ആവും. പിന്നെ അതൊരു 1 month ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു 15,000-25,000 ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ഓ സൂപ്പർ പരിപാടിയാണല്ലോ. അപ്പൊ തന്നെ വിശ്വസിച്ച് 500 പിടിച്ചോ. അപ്പൊ അവരങ്ങോട്ടൊരു ഫേക്ക് വെബ്സൈറ്റിന്റെ ലിങ്ക് ഒക്കെ നമുക്ക് വരും. അപ്പൊ അതിൽ നോക്കുമ്പോ നമ്മള് പിറ്റേ ദിവസം ഈ 500 5,000 ആയി. ഇതെന്ത് പരിപാടിയാ? നേരെ അങ്ങനെയാണെങ്കിൽ 1000 കൊടുത്താൽ മതിയായിരുന്നു. 1000 കൊടുത്തെങ്കിൽ നേരെ 5,000 10,000 ആവല്ലേ. പിന്നെ അവര് അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ അടുത്ത് ചോദിച്ച് ഇത് വിഡ്രോ ചെയ്യണേ. ഇത് വിഡ്രോ ചെയ്യണമെങ്കിൽ ഇത്രയും കൂടി ഇട്ട് കഴിഞ്ഞാലേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കളി മനസ്സിലായി, പോയി കാശ് പോയി, 500 പോയി. അതായത് ഇത്ര അവര് മറ്റേ ലാഭം ഉണ്ടാക്കി വെച്ചിരിക്കുമല്ലോ, അല്ല ലാഭത്തിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മള് വേറെയും കൂടി ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് ഇത് റിലീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ 500 കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് വേറെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഈ സോ കോൾഡ് വെബ്സൈറ്റിൽ നിന്നുള്ള കാശ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അവസാനപ്പോഴേക്കും തീരുമാനമായി 500 പോയി എന്നുള്ളത്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ വെബ്സൈറ്റ് നോക്കുമ്പോ അങ്ങനത്തെ സാധനം ഇല്ല. എന്തൊക്കെ ഇതേപോലെ തന്നെ ഭയങ്കര നമ്മള് പ്രോമിസിംഗ് ആയിട്ടുള്ള വേറൊരു സ്കാം അറിയാമോ? ഇവര് വിളിച്ചിട്ട് പറയാ, ഹായ് വി ആർ കോളിംഗ് ഫ്രം ദിസ് നമ്പർ, വി ഗോണ പേ യുവർ യൂട്ടിലിറ്റി ബിൽ. ഹിന്ദിക്കാരന്മാര് അപ്പൊ ഞാൻ ഇന്ന് വിളിച്ചിട്ടുണ്ട്, എല്ലാ ദിവസവും വിളിക്കുന്നത്. ഞാൻ ഇപ്പൊ എങ്ങനത്തെ കോൾ വരുമ്പോ ഞാൻ കട്ട് ചെയ്യും. എന്നെ കഴിഞ്ഞ ആഴ്ച കണ്ട ലാസ്റ്റ് വിളിച്ചത്, എനിക്ക് ബോറടിച്ചിട്ട് ഞാൻ വണ്ടി ഓടിക്കായിരുന്നു. ഞാനപ്പോ അവരിങ്ങനെ ഫോൺ വിളിച്ചപ്പോ ഹലോ സാർ ഐ എം കോളിംഗ് ഫ്രം ദിസ് നമ്പർ. ഓക്കെ. അപ്പൊ അവരെന്റെ അടുത്ത് സാർ വി ഹാവ് എ ഗുഡ് പ്രൊമോഷൻ ഫോർ യു. എന്താന്ന് ചോദിച്ചപ്പോ യു ഹാവ് സം ടൈം. ഞാൻ പറഞ്ഞുണ്ട് വി ഗോണ പേ 50% ഓഫ് യുവർ യൂട്ടിലിറ്റി ബിൽ. ഞാനപ്പോ am I the luckiest man today? Sir, definitely you are, because we choose people. ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെ കാശ് കൊടുക്കുന്നത്? No, because we have a policy, we choose different random numbers and we help people. Okay. Because we know that you guys are struggling in Canada. I'm like, yeah, I'm very much struggling. I have to pay. So I just do a delivery job. I can't survive. Then അടിച്ചു വിട്ടോണ്ടിരിക്കുകയാണ്. അവനും അത് കേട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. So all you gotta do is just give me the account number. Then we just gonna send the money. That's all you gotta do. അപ്പൊ ഞാനപ്പോ how you gonna send? Sir, what's your phone number is this, right? Yes. We gonna send you a link. You just click that link, fill your information and that's it. അവിടെ പോയി. I said okay, yeah, I'll do that. Send it to me, okay? Thank you. ഞാൻ കട്ട് ചെയ്ത് കൂടുതൽ ഇനി സംസാരിച്ചു. ഞാൻ അവിടെ സ്ഥലത്ത് ഞാൻ അവനെ കട്ട് ചെയ്തിട്ട് അതിന്റെ വീണ്ടും വിളിച്ച് ഞാൻ എടുത്തില്ല. അപ്പൊ അവന് മനസ്സിലായിട്ടുണ്ടാവും. എന്നെ മിക്കവാറും ഈ ഒരുമാതിരി മറ്റേ ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്ത ആൾക്കാരാണ്. ഞാനപ്പോ ആക്സെന്റില് അത് സംസാരിക്കണം. എന്നെ വിളിച്ചിട്ട് പക്ക ഹിന്ദി പറയുന്നു. ആദ്യം ഹിന്ദി പറയും, ഫുള്ള് ഹിന്ദി. ഓക്കെ ബോലോ. മേരെ നാം ആകാശ്. Talk. Yeah, let's talk. Yeah, utility bill. Pay. ഈ സാധനം അവന്മാരെന്ത് പറയുന്നു ആ സാധനം ഞാൻ തിരിച്ചു ബോറടിക്കുമ്പോ ഞാനും എടുക്കും. കാര്യം ഇതുങ്ങൾക്ക് ഒരു സമയം ഇതിന് ഒരാളെ കിട്ടിയാൽ മതിയല്ലോ. ആരെങ്കിലും ഏതെങ്കിലും പൊട്ടെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ ഡെസ്പറേഷൻ ആയിരിക്കും നമ്മള് സാഹചര്യം. ചിലപ്പോ നമ്മള് വിചാരിക്കും നോക്കുമ്പോ എന്റെ അക്കൗണ്ടിൽ നിന്ന് എന്ത് പോകാൻ ആകെ 10 രൂപ അതിനകത്തുണ്ട്, എന്നാ നമുക്ക് എന്തെങ്കിലും അടക്കണമെങ്കിൽ തരട്ടെ. ചിലപ്പോ ഞാൻ ആദ്യമൊക്കെ വിളിച്ചിരുന്നപ്പോ അപ്പാർട്ട്മെന്റിൽ താമസിച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് യൂട്ടിലിറ്റി പോലും ഇല്ല. വിളിക്കുന്നത് യൂട്ടിലിറ്റി ഇൻക്ലൂഡഡ് അപ്പാർട്ട്മെന്റ്. സാർ വി നോ ദാറ്റ് യു ഓ സം യൂട്ടിലിറ്റി ബിൽ. വിഷയമാണ് ഇവന്മാരെല്ലാം വിഷയമാണ്. നമുക്ക് പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ അടി കിട്ടുന്നേ.
ഇങ്ങനത്തെ ഒരു സ്കാമിൽ ഞാൻ പെട്ടെന്ന് അറിയാമോ, മറ്റേ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് സ്കാം ഇല്ലേ? ലാപ്ടോപ്പ് നമ്മളിങ്ങനെ നമ്മള് ഇല്ലീഗലായിട്ട് സിനിമ കാണാൻ പാടില്ല. ഞാൻ പണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ക്ഷമിക്കണം. പണ്ട് നമുക്ക് ഈ കാനഡയില് തിയേറ്ററിൽ സിനിമ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇല്ലീഗലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ കണ്ടിട്ടിരുന്നപ്പോ ഈ സിനിമ പെട്ടെന്ന് സ്ക്രീൻ അങ്ങോട്ട് പോയി. സ്ക്രീൻ പോയിട്ട് പിന്നെ വിൻഡോസ് റിപ്പയർ എന്നൊക്കെ പറഞ്ഞൊരു സാധനം വന്നു. പിന്നെ എന്ത് ഞെക്കിയിട്ട് ഈ സാധനം പോണില്ല. ഞാനങ്ങനെ സ്ലീപ്പിലിടും, തുറക്കും, പോണില്ല. ലാപ്ടോപ്പ് അടിച്ചു പോയാ? ഞാൻ അങ്ങനെ വിചാരിച്ചത്. അപ്പൊ തന്നെ ഞാൻ അതിലൊരു നമ്പർ ഉണ്ടല്ലോ, വിൻഡോസ് കസ്റ്റമർ സർവീസ് ഉണ്ട്, ആ നമ്പറിൽ വിളിച്ചു ഒരു ഇന്ത്യക്കാരൻ്റെ അടുത്ത്. ഇന്ത്യക്കാരൻ്റെ അടുത്തിട്ട് പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, "Sir, yeah, this all happens to everybody. We can surely help you out. It's like $120 charge." ഞാൻ പറയാം $120 കമ്പ്യൂട്ടർ ആവട്ടെ, ലാപ്ടോപ്പ് അടിച്ചു പോകണ്ടല്ലോ. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു. ഒറിജിനൽ ആളെ തന്നെയാണോ വിളിക്കണേ? അത് പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞിട്ട് $120. എനിക്ക് ഡൗട്ട് വന്നേ. $120 $119 പ്ലസ് ടാക്സ് എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഞാനപ്പോ കൊടുക്കാന്ന് പറഞ്ഞു, കാര്യം സാധനം നന്നാണല്ലോ. എന്നിട്ട് അവര് പറഞ്ഞു ജസ്റ്റ് അതിനകത്ത് ആ ഡീലൊരു ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിലേക്ക് ആ സാധനത്ത് മാത്രമേ ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ സ്ക്രീനൊന്നും ഇല്ല. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആവും. സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആയി കഴിഞ്ഞപ്പോ എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ സാർ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ആക്സസ് കിട്ടി. ഞാൻ പറഞ്ഞു അറിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇറ്റ്സ് വെരി സേഫ്, സോ വി ആർ ഫ്രം മൈക്രോസോഫ്റ്റ് ഓർ വിൻഡോസ് എന്തോ, വി ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് യുവർ കമ്പ്യൂട്ടർ ഇസ് സേഫ്, സോ യു ഗോണ ഇൻസ്റ്റാൾ സം സോഫ്റ്റ്വെയർ ആൻഡ് ഓൾ ദി സ്റ്റഫ് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അപ്പൊ എന്നിട്ട് അത് മിറർ ചെയ്ത് ഞാൻ നോക്കുമ്പോ അവൻ എന്റെ ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്ത്, സാർ ദിസ് ഇസ് യുവർ പിക്ചർ. ഞാൻ പറഞ്ഞു നീ നീ കമ്പ്യൂട്ടർ നോക്കാൻ വന്നതല്ലേ, നീ അത് നോക്ക്, എന്റെ ഫോട്ടോ സാർ യു ആർ വെരി ഹാൻസം. ഞാൻ പറഞ്ഞു നമ്മളതിനല്ല എന്നിട്ട് ഇവരാണ്ട് ഡൗൺലോഡ്. ഞാൻ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിക്കണേ കേട്ടോ, ഇവൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർ എന്തൊക്കെ അറിയോ? സീ ക്ലീനർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്, ജങ്കു എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോ ക്ലിയർ ചെയ്യാനുള്ള സാധനം. ഇത് പിന്നെ എന്തിട്ടാണ് വേറെ എന്തോ ഒരു ചെറിയ എന്തോ ഒരു സോഫ്റ്റ്വെയർ. അതിനകത്ത് നോക്കുമ്പോ അതിന് ഒരെണ്ണത്തിൽ ഞാൻ വെറുതെ ക്ലിക്ക് ചെയ്യുമ്പോഴല്ലോ കുറെ കമാൻഡുകൾ ഇങ്ങനെ ഓടി പോകും. അതിന്റെ കമാൻഡിനകത്ത് ഇങ്ങനെ അവൻ എന്തൊക്കെയോ ടൈപ്പ് ചെയ്യും, എന്നിട്ട് അവനത് അൺഇൻസ്റ്റാൾ ചെയ്യും. പിന്നെ നോക്കുമ്പോഴാണ് അത് ജസ്റ്റ് ഒരു ഡമ്മി സോഫ്റ്റ്വെയർ, അത് നമ്മളെ കാണിച്ച് പറ്റിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അവനെ സീ ക്ലീനറും ഈ സാധനവും കൂടി ഡൗൺലോഡ് ചെയ്തതിന് എനിക്ക് $120 മേടിച്ചിട്ട് പോയി. ചതി. അത് അന്നറിയില്ല. ഞാൻ നോക്കുമ്പോ അത് കഴിഞ്ഞപ്പോ കമ്പ്യൂട്ടർ റെഡിയാക്കി. അവൻ കമ്പ്യൂട്ടർ റെഡിയാക്കി. ഇവരുടെ സ്ക്രീനല്ലേ അത്, ഇവരുടെ കളഞ്ഞാ പോരെ. ഇവന്മാരെ സ്കാം. പക്ഷെ ഞാൻ അവിടെ വെച്ച് രക്ഷപ്പെട്ടു. ഞാൻ അത് കഴിഞ്ഞപ്പോഴാണ് അറിയണത്, യൂട്യൂബ് വീഡിയോസ് സംഭവം കാണുമ്പോഴാണ് അറിയണേ, ഇവര് ഈ അമ്മച്ചിമാര് ഇവിടത്തെ അപ്പച്ചമാരെയൊക്കെ വിളിച്ചിട്ട് ബെസ്റ്റ് ബൈയുടെ കാർഡ് മേടിക്ക്, ഈ സാധനങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ. അതായത് ലൈക്ക് ഇവര് വിളിച്ചിട്ട് ലൈക്ക് നിങ്ങൾക്ക് ലൈക്ക് എത്രയും പെട്ടെന്ന് ഈ കാശ് അടയ്ക്കണം അല്ലെങ്കിൽ വിഷയാവും എന്ന് പറയും. എന്നിട്ട് ഈ അമ്മച്ചിമാരെല്ലാം മറ്റേ നേരെ ഏതെങ്കിലും ഗിഫ്റ്റ് കാർഡ് പോയി വാങ്ങിക്കാനായിട്ട് സ്റ്റോറി പറഞ്ഞു വിടും. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഗിഫ്റ്റ് കാർഡ് വാങ്ങിച്ചിട്ട് ആ നമ്പർ അവരോട് പറഞ്ഞു കൊടുക്കാൻ പറയും. എന്നിട്ട് ആ നമ്പർ പറഞ്ഞു കഴിഞ്ഞ ആ പൈസ അതിൽ നിന്നും സ്കാം കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ട് ബിറ്റ് കോയിനൊക്കെ ആക്കി. ബിറ്റ് കോയിനൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു. ബിറ്റ് കോയിൻ മേടിക്ക്, അല്ല ബിറ്റ് കോയിന്റെ ID ട്രാൻസ്ഫർ ചെയ്താൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ബിറ്റ് കോയിനൊക്കെ തൊട്ട് തീർന്നു. അതൊക്കെ അയച്ചു കൊടുത്ത ആരോട് എന്ത് ചോദിക്കാൻ. ഇതിനകത്ത് യൂട്യൂബിന്റെ വീഡിയോ $1 ലക്ഷം $2 ലക്ഷം അയച്ചു കൊടുത്തവരുണ്ട്. സാധനങ്ങൾ മൊത്തം അക്കൗണ്ടിൽ അടിച്ചു കൊണ്ടുപോയി. ചിലവര് ഈ പ്രായമുള്ളവരെ അക്കൗണ്ടിൽ റിട്ടയർമെന്റിനും കുറെ സാധനം കിടപ്പുണ്ടാവില്ല, കാശ് മൊത്തം മാനിഷാക്കിയവരുണ്ട്. അത്ര ഒന്നുമല്ല, എന്റെ നന്ദിയുള്ളവനാ. $120 നിർത്തി പരിപാടി. ഞാൻ അത് കഴിഞ്ഞപ്പോ ഞാൻ നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പം നിന്നെ പറ്റിച്ചല്ലേ? പറ്റിച്ചു. എന്താ തട്ടിപ്പാടത്? നിനക്ക് നേരത്തെ പറഞ്ഞു. നീ നേരത്തെ ഇതിങ്ങനെയൊക്കെ ഒരു എന്നെ വിളിച്ച് ചോദിക്കണ്ട്. ഞാൻ പറഞ്ഞ ആ ടൈമിൽ എന്താ ചെയ്യേണ്ടത്? സിനിമ കണ്ടിരിക്കണേൽ പെട്ടെന്ന് വന്ന സാധനം പേടിച്ചു പോയതാണ്. അറിയാൻ പാടില്ല. കമ്പ്യൂട്ടർ അടിച്ചു പോയി. കമ്പ്യൂട്ടറും ആ കമ്പ്യൂട്ടർ മേടിച്ചിട്ട് വാൾമാർട്ടിന്ന് പണ്ടത്തെ കമ്പ്യൂട്ടർ അടിച്ചുപോയിട്ട് മേടിച്ചതാ. $700 കൊടുത്തു. ആറ്റുനൂറ്റി മേടിച്ച സാധനം. അപ്പൊ അതിന്റെ ഈ സാധനം അടിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ? അപ്പൊ ഇല്ലാത്ത കാശാണ് നമ്മൾ $120 അയച്ചു കൊടുത്തത്.
പോട്ടെ, വേറൊന്നും ആ കമ്പ്യൂട്ടറിൽ ഉണ്ടായില്ല. എന്റെ 3-4 നാട്ടിലേക്ക് ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടി എടുത്ത ഫോട്ടോസ് മാത്രമേ ഉണ്ടായുള്ളൂ. അവന്റെ ഫുൾ ആക്സസ് കിട്ടിയ യുവർ ഹാൻഡ്സം എന്തൊക്കെ ഉണ്ടായിരുന്നോ. എന്തോ ഭാഗ്യത്തിന് അവിടെ രക്ഷപ്പെട്ടു. എന്റെ ഒരു ദിവസം ലൈക്ക് ഈ ക്രെഡിറ്റ് കാർഡിൽ ഞാൻ ഒരു വട്ടം ഞാൻ ഇങ്ങനെ ലൈക്ക് ഞാൻ അൺനെസസറി ആയിട്ടുള്ളൊരു ചാർജ് ഞാൻ കണ്ട്. അപ്പം ഞാൻ ഓൺ സ്പോട്ട് ഞാൻ വിളിച്ച് ബാങ്കിന് വിളിച്ചപ്പോഴത്തേക്ക് അറിയത്തില്ല ലൈക്ക് എന്തോ നിങ്ങൾ തന്നെ ചെയ്താന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും നോക്കിയപ്പോഴത്തേക്ക് ഓക്കെ അവിടെ തന്നെ കിടപ്പുണ്ട്. ഞാൻ വിചാരിച്ച ജസ്റ്റ് വന്നായിരിക്കും എന്നാ വിചാരിച്ചേ. അന്ന് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഞാൻ കടന്ന് പിറ്റേ ദിവസം നോക്കിയപ്പോഴത്തേക്ക് ഒരു കെട്ട് മറ്റേ തുണ്ട് സൈറ്റിലെ സാധനങ്ങൾ ആരാണ്ട് എന്റെ കാർഡ് ഹാക്ക് ചെയ്തിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. അത് ചെറുതൊന്നുമല്ല, ഈ പറയുന്ന $100 $200 സാധനങ്ങൾ ഇരുന്ന് വാങ്ങിച്ചു. കാശ് കൊടുത്ത് മേടിക്കുന്നതിനാ എനിക്കറിയാൻ പാടില്ല. അതിന് ഞാൻ ഇവരെ വിളിച്ചു ചോദിച്ച് ലൈക്ക് കസ്റ്റമർ കെയറിൽ വിളിച്ച് ലൈക്ക് ഈ ക്രെഡിറ്റ് കാർഡ് ലൈക്ക് എനിക്കിത് ഇങ്ങനെയാണ് എഴുതി കാണിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്ന പേര് ഞാൻ വിളിച്ചു പറഞ്ഞു, സർ ഡിഡ് ലൈക്ക് ഇറ്റ് ഹാപ്പൻഡ് യെസ്റ്റർഡേ നൈറ്റ് റൈറ്റ്, സോ ഡിഡ് യു വിസിറ്റ് എനി പോൺ സൈറ്റ്? അല്ലെങ്കിൽ ഏതാണ്ട് തുണ്ട് സൈറ്റിൽ കയറിയിട്ട് ആരാണ്ട് എന്റെ കാർഡ് എടുത്തിട്ടുണ്ടേ. എന്നിട്ട് അതിനകത്ത് രാത്രി ഊബറിൽ നിന്നൊക്കെ വാങ്ങിച്ച് 2 വട്ടം ഊബറിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങിച്ച് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ക്രെഡിറ്റ് കാർഡിന്റെ ഒരു ഗുണമുണ്ട്. ലൈക്ക് അത് സ്കാം അവര് ഫ്രോഡാണ്. ഫുൾ എമൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടി. ലൈക്ക് ഫുൾ പൈസ എനിക്ക് തിരിച്ചു കിട്ടി. പക്ഷെ എന്നിട്ട് അവര് പറഞ്ഞു ഡെബിറ്റ് കാർഡ് ആയിരുന്നെങ്കിൽ നീ പെട്ടേനെ, ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഓരോരോ വള്ളി എവിടെയെങ്കിലും കിട്ടാറുണ്ടല്ലേ. ലൈക്ക് ഇവിടെ മാത്രമൊന്നുമല്ല, എല്ലായിടത്തും ഇതൊക്കെ തന്നെ ഉള്ളതാണ്. അതെ, നാട്ടിലുണ്ട്. നാട്ടിൽ ഇഷ്ടംമാതിരി ഒരു ഇടായ്പുണ്ട്. ഞാൻ ഇങ്ങനത്തെ പറഞ്ഞത് ചെറുതിൽ നാട്ടിലും പെട്ടതാണ്. ചെറുതൊരു സെൽഫോണിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ സെൽഫോണിന്റെ അതിനകത്ത് കുറച്ച് കാശ് പോയുള്ളൂ, 10,000 കൊണ്ട് മുകളിൽ കഴിയുന്നു. നാട്ടിലെ 16,000 എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ ഞാൻ പെട്ടു എന്ന് പറഞ്ഞ വിചാരിച്ച സാധനമാണ്. അപ്പൊ നാട്ടില് ഇവര് ഫോൺ ഇപ്പൊ അവര് ഓൺലൈനിൽ ഇങ്ങനെ നോക്കുമ്പോ ഈ ഫോൺ 4,000 രൂപ കിട്ടും, 30,000 ഫോണേ 4,000 രൂപ കിട്ടും എന്ന് പറഞ്ഞു. ഓക്കെ, ഹിയർ ഗോ 4,000 അങ്ങനെ വിചാരിച്ചു. കയ്യിൽ നല്ല ഫോൺ ഓൾറെഡി ഉണ്ട്. അപ്പൊ നമ്മള് ആക്രാന്തമാണല്ലോ, നമുക്ക് വലിയൊരു സാംസങ്ങിന്റെ അടിപൊളി ഫോൺ കിട്ടും. അപ്പൊ ഒരു ഓൺലൈനായിട്ട് ഒരാൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷുകാരനൊക്കെയാണ്. അപ്പൊ ആ സ്കൈപ്പിലൊക്കെയാണ് സംസാരിക്കണേ. സ്കൈപ്പിൽ ഞങ്ങൾ സംസാരിക്കുന്നത് എല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നു. സ്കൈപ്പേ ഫ്രോഡാ, സത്യമാണ്. സ്കൈപ്പ് ഒക്കെ തുടങ്ങി പണ്ട് കാലത്ത് സ്കൈപ്പ് മാത്രമേ ഉള്ളായിരുന്നു, ഇന്നത്തെ സൂമിന് വരൊക്കെ. അത് കഴിഞ്ഞ ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കൈപ്പ് ഈ പറഞ്ഞ ഫ്രോഡുകാർ മാത്രം ഉപയോഗിക്കുന്ന ഒരു സൈറ്റായി മാറി. ആ സാധനം വന്നിട്ട് നേരെ 4,000 രൂപ കൊടുത്ത് അത് കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞ് ഞങ്ങൾക്ക് എന്തോ ഷിപ്പിങ്ങിന് എന്തോ പ്രശ്നമുണ്ട് സാർ, യു ഹാവ് ടു പ്രോബ്ലി പേ 2,000 മോർ. അപ്പൊ ഷിപ്പിങ്ങിന്റെ പ്രശ്നം സ്വാഭാവികം. അപ്പൊ ഞാൻ പറഞ്ഞു നോ ദിസ് ഇസ് നോട്ട് ജോക്കിംഗ്. അന്ന് നമ്മള് ബുദ്ധിയില്ലല്ലോ നമുക്ക്. അപ്പൊ അവിടെ കൊണ്ട് വീണ്ടും 2,000 കൊടുത്ത്. അപ്പൊ നമുക്ക് ട്രാക്കിംഗ് നമ്പർ ഒക്കെ അയച്ചു ഇവര്. നമ്മൾ നോക്കുമ്പോ സാധനം കൊച്ചി എത്തിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ കൊച്ചിന്ന് റിലീസ് ചെയ്യുന്ന പറഞ്ഞു. നെക്സ്റ്റ് മെസ്സേജ് എനിക്ക് വന്നാണ് സ്റ്റക്ക് അറ്റ് കസ്റ്റംസ്. എനിക്ക് ഇതേപോലത്തെ സെയിം സാധനം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവർ ഒരു 4,000 കൊടുത്തു കഴിഞ്ഞാൽ റിലീസ് ചെയ്യാന്ന് പറഞ്ഞു. കസ്റ്റംസിന്ന് റിലീസ് ചെയ്യാ, എന്നിട്ട് വീട്ടിലേക്ക് സാധനം വരും. എന്നിട്ട് 4,000 കൊടുത്ത്, വേറെ ഓപ്ഷൻ ഇല്ല, ഇത്രയും കൊടുത്തല്ല, 4,000 കൊടുത്ത്. അപ്പൊ എന്നിട്ട് ഔട്ട്ഫുഡ് ഡെലിവറി. ഞാനപ്പൊ വീടിന്റെ പുറത്ത് നോക്കിയിരിക്കേ വരും ബൈക്ക്. ഇപ്പൊ എനിക്ക് അറിയണ്ട 1 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ കാണാനില്ല. വെബ്സൈറ്റും ഇല്ല, സ്കൈപ്പും ഇല്ല. എനിക്ക് സെയിം സാധനം. അത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ ടെന്റ്, ഒരു കിട്ടില്ല ടെന്റ് ലൈക്ക് മറ്റേ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനം 60 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞു, $60 തരാന്ന് പറഞ്ഞു. അടിപൊളി, എന്നാ ഓക്കെ ബുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ $60 കൊടുത്തിട്ട് ഞാൻ ബുക്ക് ചെയ്ത്. ഇതേപോലെ തന്നെ ലൈക്ക് അവിടെ പെട്ട് കിടക്കുവാന്ന് പറഞ്ഞ് എന്നിട്ട് എൻ്റെ അടിക്കുന്ന ലൈക്ക് ഷിപ്പിംഗ് ചാർജ് കാരണം ലൈക്ക് $10 $15 ഞാൻ എക്സ്ട്രാ ഞാൻ കൂടുതൽ കൊടുത്തു. അതും കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ യാതൊരു വിവരവും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ട്രാക്കിങ്ങിന് കയറാനായിട്ട് ആ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോ ഷഡിയുടെ ഷഡ് കമ്പനിയായി മാറിയത്. പുതിയ സാധനം വന്നു. ടെന്റും കാര്യങ്ങളെല്ലാം മാറി. അതിനകത്ത് ഫുള്ള് മറ്റേ പെണ്ണുങ്ങളുടെ സാധനം മാത്രം വിൽക്കുന്ന വെബ്സൈറ്റായി മാറിയത്. എന്റെ ടെന്റും ഇല്ല, എന്റെ പൈസ ഇല്ല, ഒരു സാധനവും ഇല്ല. എന്ത് ചെയ്യാനോ. ശരിക്കും ഇങ്ങനെ ഒരു മണ്ടത്തരം പറ്റുമ്പോൾ നമ്മൾ പഠിക്കുള്ളൂ. അല്ല, ഈ നാട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അറിയില്ലല്ലോ. ഈ നാട്ടിൽ വരുമ്പോ നമ്മൾ ചെയ്യുന്ന ഓരോ മണ്ടത്തരങ്ങളാണ് ഈ സംഭവം. ഇതേപോലെ ആളുകളെ ശരിക്കും ഇങ്ങാട് വന്നതിന് മുന്നേ പറ്റിക്കുന്ന സാധനമാണ് റെന്റ്.
ഞാൻ അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതായത് ലൈക്ക് ഞാൻ വന്ന സമയത്ത് എനിക്ക് ഓക്കെ ആയിരുന്നു. അതല്ലാണ്ട് ലൈക്ക് ആ ഒരു ടൈം ഫ്രെയിമില് ഒരു ഘട്ടം ആൾക്കാർ വന്ന് നിൽക്കുക. അപ്പൊ അവരെ പറ്റിക്കാനായിട്ട് ഒരു ഘട്ട് ഫ്രോഡും ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ലിറ്ററലി ഞാൻ ആ വീട്ടില് എന്റെ കമ്പനിക്കാരൻ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അവൻ ഓൾറെഡി പൈസ കൊടുത്തു. ഓക്കെ, എന്റെ അടുക്ക് പറഞ്ഞൊന്നുമില്ലായിരുന്നു. അത് പൈസ കൊടുത്തു, എടാ ഞാൻ ഇത് ഇങ്ങനെയാണ് സെറ്റപ്പ്, നീ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാവോന്ന് ചോദിച്ചോണ്ടാണ് എന്റെ അടുക്ക് പറഞ്ഞത്. ഞാൻ നേരെ കയറി ചെന്ന് ലൈക്ക് അവരുടെ വീടിന്റെ ഭാഗത്ത് ചെന്ന് അവിടെ ചെന്നപ്പോഴേ എനിക്കൊരു പന്തികേട് പോലെ തോന്നിയായിരുന്നു. കാരണം വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരു പക്കാ വീട്. ലൈക്ക് അതിനകത്തോട്ട് ഞാൻ എന്നിട്ട് കയറി ചെന്ന് ഞാൻ ബെല്ലടിച്ചപ്പോഴത്തേക്കൊന്നും ആരും വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ജനലിനകത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരപ്പച്ചനും അമ്മച്ചും എന്താണ്ട് അവിടെ ഇരിക്കുന്നത്. ലൈക്ക് എന്നിട്ട് ഞാൻ അവരെ മറ്റേ മുട്ടി ഫുള്ള് സെറ്റ് ചെയ്ത് പുറത്തിറക്കി. നടക്കാൻ പോലും വയ്യാത്തൊരപ്പച്ചൻ. ആ അപ്പച്ചന്റെ വീടാണ് എടുത്ത് ആടായിട്ട് ഇട്ടേക്കുന്നത്, ഇതിനകത്ത് റെന്റിനുണ്ടെന്ന് പറഞ്ഞ്. ഇല്ല മോനെ, എനിക്കിങ്ങനെ വീടൊന്നും വിൽക്കാനില്ല. ഞാൻ പറഞ്ഞ അപ്പച്ച അതേ നോക്ക്, ഫേസ്ബുക്കിൽ നിങ്ങളുടെ വീടിന്റെ പരസ്യം, നിങ്ങളുടെ വീടല്ലേ ഇത്, ഇത് റെന്റിനാന്ന് പറയുന്നത് എന്റെ കൂട്ടുകാരൻ ഇതിന് സെക്യൂരിറ്റി കൊടുത്തിട്ട്. എനിക്കറിയാൻ പാടില്ല മോനെ. പുള്ളിക്കാരൻ കൈ ഒഴിഞ്ഞ് ഞാൻ പോയി മറ്റേ CBC ന്യൂസിലൊക്കെ പോയി ന്യൂസ് കൊടുത്ത്. CBC-ക്കാര് മറ്റേ ന്യൂസുകാർ വന്നിട്ട് ലൈക്ക് എന്റെ ഇന്റർവ്യൂ ഒക്കെ എടുത്തായിരുന്നു. ഞാൻ വലിയ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ലൈക്ക് ഇഷ്ടംപോലെ ലൈക്ക് അവൻ മാത്രമല്ല, ലൈക്ക് അതേപോലെ പല ആൾക്കാരും. നമ്മുടെ ഒരു കസിൻ നാട്ടിൽ നിന്ന് വരുമ്പോ അവിടെ കോണ്ടാക്ട് ചെയ്യണം. ഇതേപോലെ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു ടീമിന്റെ ഇത് കിട്ടി, കോണ്ടാക്ട് കിട്ടി ഞങ്ങൾക്ക് അയച്ചു തന്നത്. അപ്പൊ ഞാനും എന്റെ സിസ്റ്റർ ഞങ്ങൾ രണ്ടുപേരും ഇൻവെസ്റ്റിഗേഷൻ മോഡിലായി. അപ്പൊ കാര്യം പിക്ചേഴ്സ് ഒന്നും വീടായിട്ട് മാച്ച് ആവണില്ല. വീടിനകത്ത് കിട്ടില്ല സാധനങ്ങള്, വീടിന്റെ പുറം വേറൊരു പിക്ചർ. നമ്മളൊരു സ്കാം ആണ് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒന്നും വിശ്വസിക്കണില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞപ്പോൾ വിശ്വസിച്ചു. ഈ സെയിം സംഭവം തന്നെ. അയാളുടെ അടുത്ത് മെസ്സേജ് ചെയ്യുമ്പോ അയാളുടെ മെസ്സേജിന്റെ വെബ്സൈറ്റ് ആണ്, ഇമെയിൽ അഡ്രസ്സിന്റെ പേര് എന്തിട്ടായിരുന്നു, ഓഡിയൻസ്, ആ വെബ്സൈറ്റിന്റെ പേര് എന്നിട്ടായിരുന്നു. ആ ഇമെയിൽ അഡ്രസ് നമ്മളൊരു സ്കാം ചെയ്തില്ലേ, അതായത് ഒരു അപ്പച്ചനായിട്ട് സംസാരിക്കണ ഇമെയിൽ അഡ്രസ് അതാണ്. താങ്ക് യു ഫോർ ദ ക്ലാരിഫിക്കേഷൻ ഓഡിയൻസ്. അതെ, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇത് പക്ഷെ ഇതെല്ലാം നാട്ടിൽ നിന്ന് വരുമ്പോ ഡെസ്പറേഷൻ. കാരണം നമ്മൾ കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് റെന്റിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. 2 വർഷം മുമ്പ് കഴിഞ്ഞ കൊല്ലം എന്തൊരു പാടാ. ലൈക്ക് ഐ മീൻ അവിടുത്തെ വീടുണ്ടല്ലോ, ലൈക്ക് അവിടുത്തെ വീട് ഇവിടുത്തെ വീട് ഞാൻ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒരു മണിക്കൂറിൽ സാധനം പോകും. ആ ഒരു സെറ്റപ്പിലാണ് ലൈക്ക് അവിടുത്തെ വീടുകളും കാര്യങ്ങളും എല്ലാം പൊക്കോണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പ്രോപ്പർട്ടി മാനേജ്മെന്റ് പരിപാടിക്ക് നോക്കുമ്പോഴത്തേക്ക് പക്ഷെ ഇപ്പം ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ലൈക്ക് റെന്റലിന് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേസമയം ആ ഒരു സമയത്ത് ഭയങ്കര എല്ലാരും വീടില്ല. പ്രത്യേകിച്ച് ഈ സിഡ്നി പോലത്തെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇതേപോലത്തെ റിമോട്ട് ആയിട്ടുള്ള ഏരിയകളിലൊന്നും വീടുകളില്ല. കാരണം അത്ര ആൾക്കാർ വന്ന് നിറഞ്ഞു നിൽക്കുക. അപ്പൊ അത് കാരണം തന്നെ ആൾക്കാരെ പറ്റിക്കാനുള്ള ആൾക്കാരും ഇഷ്ടംമാതിരി ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ തിരക്ക് വരുമ്പോഴാണ് ഇങ്ങനത്തെ ഉടായ്പ കൂടുതൽ വരുന്നത്. ഇനിയിപ്പോ അത് പതുക്കെ കുറച്ച് കുറയും. അപ്പൊ ആളുകളെയൊക്കെ നമുക്ക് രക്ഷപ്പെടും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ വരുന്ന ആളുകൾ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു വരുമ്പോ അപ്പൊ അതിനെ വിശ്വസിക്കരുത് ശരിക്കും. അതെ അതെ. കാര്യം ഒന്നും ഈ നാട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടില്ല. ഒരിക്കലും ഇല്ല. ഒരിക്കലും ഫ്രീ ആയിട്ടും കിട്ടില്ല, ചീപ്പായിട്ടും കിട്ടില്ല. എല്ലാം അതിനനുസരിച്ചുള്ള വാല്യൂ ഉണ്ട്. അപ്പൊ ആരെങ്കിലും ഒരാൾ ഫ്രീ ആയിട്ട് പറഞ്ഞാൽ മേടിക്കരുത്. എന്തെങ്കിലും എന്റെ ബാക്കിലുണ്ടാവും. ഇപ്പൊ നമുക്കിപ്പോ ഇവിടെ വരുമ്പോ പറയല്ലോ ഫസ്റ്റ് വരുമ്പോ ഫ്രീ ആയിട്ട് ഫോൺ തരും, $0 ഫോൺ തരും. ശരിക്കും അത് നമ്മളൊരു ലോക്ക് ആക്കിയിട്ടൊരു സെറ്റപ്പാണ് ശരിക്കും. 24 മാസത്തേക്ക് ലോക്ക്. 24 ഇപ്പൊ ലീസിന്റെ സെറ്റപ്പ് ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ 24 മാസം നമ്മള് 30-40 അല്ലെങ്കിൽ ഇവൻ $10-20 വെച്ച് കൊടുത്താലും വെറുതെ ഫോണിനും കൊടുത്തോണ്ടിരിക്കുക. അണ്ട് നമ്മൾ ഇൻഷുറൻസ് ആഡ് ചെയ്യുമ്പോൾ അതിനകത്ത് അതിന് പണി കിട്ടി കഴിഞ്ഞാൽ ഇതിനകത്ത് കാശ് വരുന്ന അങ്ങനെയല്ല. അതിനകത്ത് കാശ് എന്ന് പറഞ്ഞാൽ അവര് ഇത് എന്താ പറയാ ലൈക്ക് ആഡ് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഫോണിനാണ്. അത് ചിലപ്പോൾ ഒരു $15-20 ആയിരിക്കും മാസം അടയ്ക്കുന്നത്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ ×20 ലൈക്ക് 20 ലൈക്ക് 24 മാസം എന്നൊക്കെ ഉള്ളത് നോക്കുമ്പോൾ ഓക്കെ ഒയ്യോ ലാഭം അടിപൊളി. പക്ഷെ അവന്മാർ കാശ് ഉണ്ടാക്കുന്ന എവിടുന്നറിയോ, ലൈക്ക് അവർ പ്ലാൻ ഇട്ടിട്ടാണ് ആണ്. കാരണം $25-നും $30-നും കിട്ടുന്ന പ്ലാൻ അവന്മാർ വിൽക്കുന്നത് $70-നും $75-നും ഒക്കെ. അവിടെയാണ് അവന്മാർ കാശ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് ഫ്രണ്ടിൽ ഒരു സാധനം കാണിക്കും, ബാക്കില് ഇവന്മാരെല്ലാം കാശ് തട്ടിപ്പാണ്. എല്ലാരും ബിസിനസ് ആണ് കാണിച്ചോണ്ടിരിക്കുന്നത്. ഇങ്ങനെ നൈസായിട്ട് നമുക്ക് പണി തന്നോണ്ടിരിക്കും. എല്ലാരും അപ്പൊ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും. ഉറപ്പായിട്ടും എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നും. അതെ,
ഇപ്പൊ ഈ നാട്ടിലിപ്പോ എല്ലാരും ഇപ്പൊ ഈ ഗാംബ്ലിംഗ് ആയാലും എന്തെങ്കിലും സംഭവം ചെയ്യുമ്പോ എന്തെങ്കിലും സേവ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണല്ലോ കാശുണ്ടാക്കാനും കാശ് സേവ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് വേറെ ഓപ്ഷൻസും ഉണ്ട്. ഇപ്പൊ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യണ ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ? അല്ല ഇവിടത്തെ ഇവിടെ കാര്യങ്ങൾ ഇപ്പൊ അതിനു മുമ്പ് പറയുവാണെങ്കിൽ ഇപ്പൊ എല്ലാരും വരുമ്പോ ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയണത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോ ഒന്ന് സൂക്ഷിക്കണം. 100% അല്ലേ? ഇപ്പൊ സേവിങ്സിനെ പറ്റി മുമ്പ് പറയുമ്പോ ആ സേവിങ്സ് ഒക്കെ എത്തുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഇവിടത്തെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന സംഭവം. നമ്മുടെ നാട്ടിലത്തെ സിബിൽ സ്കോർ പോലത്തെ സാധനം, സിബിൽ സ്കോർ എല്ലാ രാജ്യത്തും ഉണ്ട്. അതെ, ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിലേ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ക്രെഡിറ്റ് സ്കോർ അത് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ ഇവിടത്തെ ആളുകൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ് അവർ തന്നേന്റെ ഉദ്ദേശം നമ്മളെ കൊണ്ട് മാക്സിമം സ്പെൻഡ് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി എല്ലായിടത്തും നാട്ടിൽ ഈ അടുത്താണ് ഇപ്പൊ ഈ ട്രെൻഡ് തുടങ്ങിയത്. അതിന് മുമ്പ് നമുക്കറിയില്ലല്ലോ, നാട്ടിലുണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ ഒരു 10,000 രൂപ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെ മാനേജ് ചെയ്യുന്നു. ശരിക്കും ഒരു 10,000 ഉണ്ടെങ്കിൽ അതിന്റെ $3,000 നമുക്ക് ശരിക്കും യൂസ് ചെയ്യാൻ പാടുള്ളൂ. 70-30 റൂള്. അപ്പൊ ഈ 30% നമ്മള് മന്ത് എൻഡിൽ അടച്ചു തീർക്കണോന്നും പറയുന്നുണ്ട്. അതിനൊരു കണക്കുണ്ട്. അത് ഞാനിപ്പോ ഇവിടുത്തെ ഞാൻ ആസ് എ മോർഗേജ് ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ടൊക്കെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, അതായത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതിനകത്ത് ഒരു ഏറ്റവും എളുപ്പവഴി സ്കോർ കൂട്ടാനായിട്ട് വൺ ഓഫ് ദ ഒരു കിടിലൻ വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫോണിന്റെ ആപ്പിനകത്തൊക്കെ അടുത്ത ക്രെഡിറ്റ് അപ്ഡേറ്റ് എന്നാണ് എന്നുള്ളത് കാണിക്കും. ഈ ക്രെഡിറ്റ് സ്കോർ നോക്കുന്നതിന്റെ അടിയിൽ എന്നാണ് അടുത്ത അപ്ഡേറ്റ് എന്നുള്ളത്. അപ്പൊ അതിന് ഒരു 10 ദിവസം മുന്നായിട്ട് അത് അടച്ചു തീർക്കുക. അത് കറക്റ്റായിട്ട് നമ്മൾ ജസ്റ്റ് അടച്ചു തീർത്തിട്ട് ആ ഒരു 10 ദിവസത്തേക്ക് ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും നമ്മളത് ഉപയോഗിക്കുക. അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് വീണ്ടും ആ പറയുന്ന അടുത്ത അപ്ഡേറ്റിന് ഒരു 10 ദിവസം മുന്നേ അത് കംപ്ലീറ്റ്ലി അടച്ചു തീർക്കണം. സോ അങ്ങനെ കുറച്ച് നാൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നല്ല രീതിയിൽ പോകും. ബേസിക്കലി ഇത്ര ഉള്ള എൻ്റെ ഉദ്ദേശം. അതായത് ഈ പറയുന്ന ക്രെഡിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഒരു 10 ദിവസം മുന്നേ ആയിരിക്കും ഈ പറയുന്ന ബാങ്കുകാരും കാര്യങ്ങളും അതെല്ലാം ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് മുന്നായിട്ട് നിങ്ങളത് നിങ്ങളുടെ പെർഫെക്റ്റ് ആക്കി അടച്ചു തീർത്തു. അവർ നോക്കുമ്പോൾ ഓക്കെ ദൈവം എല്ലാം ഉപയോഗിച്ചു, അത് കഴിഞ്ഞിട്ട് അവൻ കറക്റ്റ് ആയിട്ട് അടച്ചു തീർത്തു, അവന് ക്യാഷ് മാനേജ് ചെയ്യാൻ അറിയാം എന്നുള്ളൊരു സാധനം. അപ്പൊ അതൊക്കെ ക്രെഡിറ്റ് സ്കോർ കൂട്ടാനായിട്ടുള്ള നല്ല വലിയൊരു വഴിയാണ് അതൊക്കെ. അതെ, ഇപ്പൊ നമുക്കൊരു ഇപ്പൊ ഈ വീട് മേടിക്കുന്ന സംഭവം വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 650 ക്രെഡിറ്റ് സ്കോർ ഇല്ലെങ്കിൽ നമുക്ക് ഈ പരിപാടി നടക്കൂല. പഠിച്ചോണ്ടിരിക്കുമ്പോ സെറ്റ് ചെയ്യും കേട്ടോ. അതെ, ഇപ്പൊ നേരത്തെ എന്ന് പറയുമ്പോ ഈ ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞ സാധനം എന്താന്ന് പോലും അറിയില്ല. ഞാൻ വന്ന ടൈമിലൊന്നും വർക്ക് പെർമിറ്റ് കിട്ടി കഴിഞ്ഞിട്ട് കാറിന് അപ്ലൈ ചെയ്യുമ്പോഴാ അയാള് പറയണത് ഓ യു ഡോണ്ട് ഹാവ് എ ക്രെഡിറ്റ് സ്കോർ, ക്രെഡിറ്റ് സ്കോർ. ഇവിടെ ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ച് അറിയുന്നത്. കാരണം ഞാനൊരു ലോണിന് ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ട് സ്റ്റുഡന്റ് ലോൺ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ ക്രെഡിറ്റ് സ്കോർ 530 റേഞ്ചിലോട്ട്. ഞാൻ ഇതെന്താ എനിക്കറിയാൻ പാടില്ല, നീ നോക്ക് നിന്റെ ഒരു കൂടോടെ മൊബൈൽ നിനക്ക് ഉണ്ടായിരുന്നു, അത് നീ ഇങ്ങനത്തെ ഒരു സാധനം വന്നിട്ട് നിനക്ക് ഇങ്ങനെ ഡിറോഗേറ്ററി ആയി മാറി എന്നൊക്കെ പറയും. കൂടോടെ മൊബൈലോ? ഇത് എന്നെ സംഭവിച്ചെന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പൊ അവൻ വന്നപ്പോഴത്തേക്ക് ഞാൻ മറ്റേ ഫോൺ എടുത്തതാ. ആ ഫോൺ എടുത്തു കഴിഞ്ഞ് അവന് ഞാൻ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ ക്രെഡിറ്റ് വെച്ചിട്ട് വന്ന ഉടനെ അല്ല, അപ്പൊ ക്രെഡിറ്റ് ഇല്ലല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവൻ ആ പ്ലാൻ മാറി വേറൊരു പ്ലാനിലേക്ക് മാറിയായിരുന്നു. അപ്പൊ കുറച്ചൊരു എമൗണ്ട് ഏതാണ്ട് $20-30 അത്ര ഉള്ളായിരുന്നു. അത് അവനും അറിഞ്ഞില്ല, ഞാനും അറിഞ്ഞില്ല, ആരുടെ അടുക്കലോട്ട് ആരും പറഞ്ഞില്ല. ഇതൊക്കെ നമുക്കറിയാവോ? ഇതെങ്ങനെ അറിയുന്നില്ല. ഞാൻ ആ വീട് താമസം മാറി വേറൊരു വീട്ടിലോട്ട് മാറുകയും ചെയ്തായിരുന്നു. അപ്പൊ ഈ ബില്ല് വന്നോന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. ഇത് ഞാൻ അറിയുന്നുണ്ടാവും. പിന്നില്ലാണ്ട് നേരെ കളക്ഷനിലോട്ട് പോയി. എന്നിട്ട് എന്റെ സ്കോറെല്ലാം നല്ല രീതിയിൽ താഴെ പോയി. ഈ പറഞ്ഞ 530 റേഞ്ചിലോട്ട് താഴോട്ട് പോയി. അന്ന് അവിടെ ചെന്നാൽ ലോണിന് ഞാൻ അപ്ലൈ ചെയ്യാൻ ചെന്നപ്പോഴാണ് ഞാനിത് അറിയുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്, നിനക്കൊരു തേങ്ങയും കിട്ടത്തില്ല, പൊക്കോളാൻ പറഞ്ഞു. ആ ഒരു സമയത്ത് ഞാൻ പോയി ഒരു ഫോൺ വാങ്ങാൻ ചെന്ന ആ ഒരു ഫോൺ പോലും തരത്തില്ല, ഒരു സാധനം തരത്തില്ല. അതാണ് ഇവിടെ എന്തിനും ഏതിനും വേണ്ട ഒരു സാധനമാണ് ക്രെഡിറ്റ് സ്കോർ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഫ്രീ കാശ് അല്ല, ഒരിക്കലല്ല. പിന്നെ ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ ഈ ഒരു സ്കോർ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അറിയാൻ വയ്യാണ്ട് സംഭവിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് പറയാം. ഞാൻ ഈ പറഞ്ഞ മൊബൈലുകാരൻ്റെയും അത് ഈ പറയുന്ന ഇവിടെ ക്രെഡിറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ 2 ആൾക്കാരാ. ഒന്ന് ഇക്വിഫാക്സും ഒന്ന് ട്രാൻസ് യൂണിയനുമാണ് ഇവിടെ കാനഡയിലുള്ള. അപ്പം
എല്ലാ ദിവസവും ഞാൻ കുത്തിയിരുന്ന് വിളിച്ച്, ഞാൻ ഈ ട്രാൻസ്യൂണിനെ ഇക്വിഫാക്സിനെ ഈ പറഞ്ഞ ഈ മൊബൈലുകാരനെ ഞാൻ എല്ലാ ദിവസവും ഇരുന്ന് വിളിച്ച്, സാർ എനിക്കറിയാൻ പാടില്ലായിരുന്നു സാർ, ഇമിഗ്രേഷൻ ആയിരുന്നു സാർ, ലൈക്ക് എന്റെ ഇമിഗ്രേഷൻ എന്നെ PR തരത്തില്ല സാർ, എന്നെ പറഞ്ഞു വിടും സാർ, എങ്ങനെയും എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്, അങ്ങനെ പറഞ്ഞ് ഏറ്റവും അവസാനം ഏതോ ലൈക്ക് ആദ്യമൊക്കെ വിളിക്കുമ്പോൾ ഈ ഫ്രണ്ട് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും, അവരൊന്നും മൈൻഡ് ചെയ്യത്തില്ല. കുറെ വട്ടം ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ റെക്കോർഡിൽ ഇങ്ങനെ നോട്ട്സ് വരും, ലൈക്ക് ഓരോ ദിവസവും ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഇങ്ങനെ കന്നു കഴിയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരാൾ കാണും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏതോ ഒരു ദൈവദൂതൻ എന്നെ രക്ഷപ്പെടുത്തി. ഇപ്പൊ എന്റെ ഹിസ്റ്ററിയിൽ ആ സാധനം ഇല്ല, ഞാൻ എടുത്ത് കളഞ്ഞത്. അങ്ങനെ ലൈക്ക് എല്ലാ ദിവസവും വിളിച്ചാൽ ചിലപ്പം അങ്ങനെ എടുത്ത് മാറും എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഒരു കഥയുടെ തുടക്കത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. എന്നാ അറിയാമോ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ സ്കോഷ്യ ബാങ്കിന്റെ നാട്ടിൽ പോയ ടൈമില് എന്റെ ഡെബിറ്റ് കാർഡ് സ്കോഷ്യ ബാങ്കിന്റെ എക്സ്പയർ ആയി. അപ്പൊ ഞാൻ എന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാറില്ല, അതാണ് വെറുതെ കിടപ്പുണ്ട്. അപ്പൊ ഇതിൽ ആനുവൽ ചാർജ് വരുമല്ലോ കാർഡിന്റെ, $120 $100 എത്ര വരും. അപ്പൊ അത് വന്നു കഴിയുമ്പോ അതിന്റെ മിനിമം പേയ്മെന്റ് $20 $10 എങ്ങാണ്ട് അടയ്ക്കണം. ഈ സാധനത്തിന് ഞാൻ ഇവിടെ വന്ന് നാട്ടിൽ വെച്ച് ഞാൻ ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോ ലോഗിൻ ആവണില്ല, എന്റെ പുതിയ കാർഡ് വന്നിട്ടില്ല. അപ്പൊ എനിക്കത് ലോഗിൻ ആവണില്ല. ഞാൻ പിന്നെ അത് വിട്ട്. എനിക്ക് ഇന്ന് ഇവിടെ തിരിച്ചു വന്നപ്പോഴേ മിസ്ഡ് പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് എന്റെ ക്രെഡിറ്റ് സ്കോറിൽ സാധനം വന്നു. പിന്നെ ഒരു കഴിഞ്ഞ് നോക്കുമ്പോ ഒരു 40 പോയിന്റാണ് പറഞ്ഞു. ഞാൻ ബാങ്കിൽ ചെന്നിട്ട് എനിക്ക് സാധനം കിട്ടിയിട്ടില്ലല്ലോ, കാർഡ് കിട്ടിയിട്ടില്ല. ഇറ്റ് മസ്റ്റ് മിസ്പ്ലേസ് സംവെയർ. അപ്പൊ അവരെ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനപ്പോ ട്രാൻസ് യൂണിയനിൽ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്താവും പറഞ്ഞൂടാ, ഞാൻ അടുത്ത ആഴ്ച ഒന്നും കൂടി ഫോളോ അപ്പ് ചെയ്യണം. ഇപ്പൊ നടന്നോണ്ടിരിക്കുക. നമ്മുടെ ഭാഗത്ത് ഒരു ന്യായം പോലെ നമുക്ക് കാണിക്കാനായിട്ടുണ്ടെങ്കിൽ അവർ ശരിയാക്കി തരും. അതെ അതെ, കാര്യം ഇനി അടുത്ത ദിവസം ഒന്ന് വിളിക്കണം. ഞാനിപ്പോ ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്തിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പൊ അതിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പൊ ഈ അടുത്ത ആഴ്ച ഒന്ന് വിളിച്ചു നോക്കിയിട്ട് ആദ്യമേ നമ്മുടെ കമ്പനിക്കാരെ വിളിക്കുക, ഈ ക്രെഡിറ്റ് തരുന്ന ആൾക്കാരെ നമ്മൾ സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വൺസ് ഇത് സെറ്റ് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുക. അത് ഒരിടത്ത് മാത്രമല്ല, ട്രാൻസ് യൂണിയനിലും ഫയൽ ചെയ്യണം, ഇക്വിഫാക്സിലും ഫയൽ ചെയ്യണം. ഇവിടെ രണ്ടിടത്തും ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്തിട്ട് വേണം നമ്മുടെ അതിൽ നിന്ന് എടുത്ത് കളയാൻ. അതെടുത്ത് മാറ്റണം. അത് കഴിഞ്ഞ് അത് കൂടാണ്ട് നമ്മൾ കറക്റ്റായിട്ട് പേയ്മെന്റുകൾ അടയ്ക്കണം. അപ്പൊ അതിന് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ നേരെ ഈസി ഫിനാൻഷ്യലിൽ പോയി. കാരണം സ്കോർ പോയല്ലോ. അപ്പം ലൈക്ക് ഒന്നെങ്കിൽ ഏതെങ്കിലും കാറോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ എടുത്ത് കറക്റ്റായിട്ട് പേയ്മെന്റ് അടയ്ക്കണം. ഞാൻ ക്രെഡിറ്റുകാരെ കാണിക്കണം ഞാൻ കറക്റ്റായിട്ട് ക്രെഡിറ്റ് ഉപയോഗിക്കുന്ന ഒരുത്തനാന്ന്. കാറൊന്നും ചോദിച്ചിട്ട് ഒരുത്തരും തരാൻ പോകുന്നില്ല, കാരണം സ്കോർ അത്രയാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ നേരെ പോയി ഈസി ഫിനാൻഷ്യലിൽ പോയിട്ട് ഒരു $1500 അത്രയൊക്കെ തരത്തുള്ളവർ ലൈക്ക് എന്റെ സ്കോർ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഉള്ളത് എടുക്കുന്നു പറഞ്ഞിട്ട് $1500 ഞാൻ, കാരണം ഇവരെല്ലാം ഞാൻ വിളിച്ചു ചോദിച്ചോണ്ടിരിക്കുക എങ്ങനെ ഇത് കൂട്ടാന്നുള്ളത്. അപ്പൊ അപ്പോഴാണ് പറഞ്ഞത് അന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് അടയ്ക്കണമെന്ന്. അപ്പൊ ഈസി ഫിനാൻഷ്യലിൽ പോയി ഞാൻ ഈ പറഞ്ഞ 1500 എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാനിത് എല്ലാ മാസവും ഈ $60 $80 കണ്ട് കറക്റ്റായിട്ട് അടച്ചു. അങ്ങനെ കറക്റ്റായിട്ട് അടയ്ക്കുമ്പോഴത്തേക്ക് അവരത് ക്രെഡിറ്റ് യൂണിയനെ റിപ്പോർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ എനിക്ക് പയ്യെ കയറ്റി ഇങ്ങനെ ഞാൻ തന്നെ ഇങ്ങനെ അടച്ചത്. ഇങ്ങനെ ഈസി ഫൈനാൻസിന് വരെ ഇവിടെ വേറൊരു കമ്പനി ഫെയർസ്റ്റോൺ അത് കഴിഞ്ഞപ്പോഴേ അറിയണേ. ഇതേപോലെ ഞാനൊരു $8500 അതിൽ നിന്ന് എടുത്ത്. ഇതേപോലെ ഇപ്പഴത്തെ ലോക്കായി കിടക്കേ ക്രെഡിറ്റ് കാർഡ് മൊത്തം നിറഞ്ഞിരിക്കുക എന്ന് വെച്ചാൽ അവര് യൂട്ടിലിറ്റി നോക്കുമ്പോ 99% യൂട്ടിലിറ്റി കിടക്കണേ. ഈ കറക്റ്റ് എനിക്ക് $8500 അടയ്ക്കാനുണ്ട് തീർക്കണോന്നുണ്ടെങ്കിൽ. നേരെ അപ്പൊ ഇതേപോലെ ഇങ്ങനത്തെ ടീമുകളെ വിളിച്ചപ്പോ ബാങ്കിൽ വിളിച്ചപ്പോഴാണ് ബാങ്കുകാർ പറഞ്ഞു ഞങ്ങൾ തരില്ല, പക്ഷെ ഇങ്ങനത്തെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പലിശ കൂടുതലായിരിക്കും, ബട്ട് നിങ്ങൾക്ക് ഒരു ലോൺ കിട്ടും, എന്നിട്ട് ആ ലോൺ വെച്ചിട്ട് മൊത്തം അടച്ചു തീർക്ക്, എന്നിട്ട് മാസം ഇതിലടക്കി, എന്നിട്ട് കൂടുതൽ കാശ് കിട്ടുമ്പോ ഇതിലേക്ക് ഇട്ട് തീർത്താൽ മതി. ഞാൻ അപ്പൊ ചെന്നപ്പോ അവരാണ് യു ആർ അപ്രൂവ് ഫോർ $8500 സാധനം എടുത്ത് അവര് ചെക്ക് തരും. നമുക്ക് ഇത്രയും കട ഉള്ളതുകൊണ്ട് അവരപ്പ ഈ ബാങ്കിന് ഇത്രയും കാശ് കൊടുക്കാണ്ട് ഈ ബാങ്കിന് ഇത്രയും കാശ് കൊടുക്കാണ്ട് എന്നിട്ട് ഇത് തന്നിട്ട് അടക്കണ്ട്. ഇതൊക്കെ നമ്മളെ വർക്ക് പെർമിറ്റുള്ള ടൈമിലാണ്. അപ്പൊ തന്നെ നമ്മള് ലൈഫ് സെറ്റിലാക്കാൻ നോക്കണേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഇപ്പഴത്തെ $250 വെച്ച് എല്ലാ മാസം അടച്ചോണ്ടിരിക്കണം. 250 വെച്ച് അടച്ചടച്ച് ഞാൻ അപ്പ അവര് വരുമ്പോ നമ്മള് പേപ്പർ സൈൻ ചെയ്ത് കൊടുത്തു ഫെയർസ്റ്റോണിന്. പിന്നെ ഒരു വർഷം 2 വർഷം കഴിയുമ്പോൾ ഞാൻ ശരിക്കും വായിച്ചോണ് കുറച്ച് വെളിവ് പോകുന്നപ്പോ 48% കൊണ്ട് ടാക്സ് ഇൻട്രസ്റ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ $1500 എടുത്തില്ലേ, ഏതാണ്ട് 3000-3100 ഡബിളിന്റെ പൊക്കത്ത് ഞാൻ അടച്ചു തിരിച്ചു. അപ്പൊ എന്റെ 8000 എത്ര അത് കഴിഞ്ഞപ്പോ ഞാൻ എന്നിട്ട് വേറെ ജോലി കിട്ടിയപ്പോ കാർ സെയിൽസിൽ ഇവിടെ വന്ന ടൈമില് അപ്പോഴാണ് എനിക്ക് കാശ് കിട്ടി തുടങ്ങിയത്. അപ്പൊ എന്നിട്ട് പെട്ടെന്ന് അതിനൊരു ബോണസ് കിട്ടി ഫസ്റ്റ് ഇയർ. അപ്പൊ ഏകദേശം $10,000 എടുത്ത് ബോണസ് കിട്ടി.
ഒറ്റയടിക്ക് ഞാൻ കൊണ്ട് അടച്ചു തീർത്തു. കാരണം എന്താ വെച്ചാൽ 1 വർഷം 2 വർഷം അടച്ചിട്ടും ഈ 8,500 അനങ്ങണില്ല ഈ സാധനം. കാരണം പ്രിൻസിപ്പളിലോട്ടൊന്നും പോകുന്നില്ല, ഇത് പലിശയിലേക്ക് മൊത്തം പോയിക്കൊണ്ടിരിക്കണേ. ഞാൻ വീണ്ടും ഒരു 7,000 ചില്ലായിരം രൂപ അടച്ചാണ് തീർത്തത്. ഒരിക്കലും ഈ പറഞ്ഞ ഈസി ഫിനാൻഷ്യൽ ഫേസ്റ്റ് ഉണ്ട് അവന്മാരുടെ ഒന്നും എടുക്കരുത്. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഒരിക്കലും എടുക്കരുത്. കാരണം അത്ര ഇൻട്രസ്റ്റ്, വട്ടിപ്പലിശ അത്ര, അതാണ് അത്. അതെ, നാട്ടിലെ പലിശക്കാരിലും എന്ത് വേദാ ഇതൊക്കെ കേട്ടിട്ട് നാട്ടിൽ ഇത്ര ഒന്നും ആക്കരുത് കേട്ടോ. ഇത് കേട്ടിട്ട് നമ്മള് കുറവാണ് മേടിക്കുന്നത്. ഇല്ല, അങ്ങനത്തെ സാഹചര്യം ഉള്ളവരും അങ്ങോട്ട് പോകത്തില്ല. അതെ അതെ. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ ഓരോ അബദ്ധത്തിൽ ചെന്ന് വിടും. നമ്മളിങ്ങനെ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളൊരു ഇതേ പറഞ്ഞ പോലെ നമ്മളൊരു രസകരമായിട്ട് പറയണം. അപ്പൊ ആ ടൈമിൽ പോകുന്ന ഇമോഷൻ ഉണ്ടല്ലോ, ചിരിക്കണോ കരയണോ ഒരു മരവിച്ച അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അത് അതിനെ കുറിച്ച് ഇപ്പൊ ആലോചിക്കുമ്പോ ആലോചിക്കും എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന്. പക്ഷെ പണ്ട് നമുക്ക് ഡെസ്പറേഷൻ ആണല്ലോ, അതുകൊണ്ട് വലിയ അതെന്തായാലും അറിവില്ലായ്മയുണ്ട്. നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, ആരും ഇല്ല ഇവിടെ. ഇപ്പൊ എല്ലാരും ഒരു ഫാസ്റ്റ് സൊല്യൂഷൻ കണ്ടു. നമ്മളിപ്പോ ഈ പെട്ടെന്ന് നമുക്കൊരു കാശ് വരുമ്പോ നമ്മൾ അപ്പത്തിനെ ക്രെഡിറ്റ് കാർഡ് എടുക്കണേ. നമ്മള് കാശ് നമ്മള് ഇതെങ്ങനെ തിരിച്ചിടും നമ്മൾ ചിന്തിക്കണില്ല. ഇപ്പൊ നമ്മളൊരു കൂട്ടുകാരൻ പുറത്തു പോയിണ്, പുറത്തു പോകുമ്പോ അന്ന് $50-100 നമ്മൾ അങ്ങനെ ചെലവാക്കിയിട്ട് എങ്ങനെ തിരിച്ചിടും എന്നുള്ളത് നമ്മൾ ആ ടൈമിൽ ചിന്തിക്കണില്ല. പക്ഷെ ഇപ്പൊ നമ്മളൊന്ന് ചിന്തിക്കും. ഇപ്പൊ നമ്മളൊരു 1000 ചെലവാക്കി കഴിഞ്ഞാൽ ഇത് അടുത്ത മാസം ഇടണം, എന്നാലേ നമുക്ക് ഇത് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ ക്രെഡിറ്റ്, എന്നാലേ ഇവിടെ എന്തെങ്കിലും കിട്ടുള്ളൂ. ആ എഡ്യൂക്കേഷൻ നമുക്ക് കുറെ കഴിയുമ്പോഴാണ് കിട്ടണേ, നമ്മുടെ സെൽഫ് എക്സ്പീരിയൻസ് കിട്ടണേ. ഇത് നമ്മളിപ്പോ രണ്ടുപേരത്ത് പറഞ്ഞു, ഒരാൾ രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ, അത്രേ ഉള്ളൂ. ഞങ്ങൾ അനുഭവിച്ചു, നിങ്ങൾ അനുഭവിക്കാതിരുന്നാൽ മതി. ഇത് അത് വൺ വേ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സേവിങ്സ്. ലൈക്ക് നമുക്ക് ഇവിടെ സേവിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടില്ല, അതായത് ഇവിടെ സേവ് ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് 100% ഭയങ്കര പാടാ. പക്ഷെ സേവ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്സ് ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ഈ പറഞ്ഞ നമ്മുടെ ഗവൺമെന്റ് പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞ സെയിം RRP അങ്ങനത്തെ കുറച്ച് പ്രോഗ്രാംസ്. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാനില്ല, പക്ഷെ അതൊക്കെ നല്ല പ്രോഗ്രാംസ് ആണ്. അത് കുറെ ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടും. എന്താ പറയാ, അതുകൂടാണ്ട് ഈ പറഞ്ഞ ക്രിപ്റ്റോ, അതൊക്കെ കറക്റ്റ് ആയിട്ട് ട്രേഡിങ്, ഇതൊക്കെ ചെയ്യുന്നവരൊക്കെ. അതെ, ഇപ്പൊ ട്രേഡിങ്ങിന്റെ ജസ്റ്റ് ബേസിക് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ലോ റിസ്ക് ഉള്ള ട്രേഡും ഉണ്ട്, ഹൈ റിസ്ക് ഉള്ള ട്രേഡും ഉണ്ട്. ട്രേഡിങ് എന്താണെന്ന് ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞേ. ഇപ്പൊ സാധാ മലയാളിയുടെ അല്ലെങ്കിൽ ഒരു സാധാ ഒരാൾക്ക് മനസ്സിലാവും, നമ്മളൊരു സ്റ്റോക്ക് ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ റിലയൻസിന്റെ സ്റ്റോക്ക് 50 രൂപ വിൽക്കാനുണ്ട്. നമ്മളത് 50 രൂപ മേടിച്ച് ഒരു 10 മേടിച്ച് 500 രൂപ സാധനം മേടിച്ച അത് നേരെ ഒരു വർഷം നമ്മൾ ഹോൾഡ് ചെയ്യണം. 1 വർഷം നമ്മൾ കയ്യിൽ വെക്കണം, ചെലവാക്കണില്ല. അവിടെ മേടിച്ചിട്ട് നേരെ 1 വർഷം കഴിഞ്ഞ് നോക്കുമ്പോ അത് 55 രൂപയാണെങ്കിൽ അതിന്റെ ലാഭം നമുക്ക് കിട്ടും. അതാണ് ബേസിക് ഒരു ഐഡിയ. നേരെ തിരിച്ച് നേരെ 50 എന്നുള്ളത് 40 ആയി കഴിഞ്ഞാൽ പോയി. ഇതൊരു വൺ ഓഫ് ദ ഗ്യാംബ്ലിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാംബ്ലിംഗ് ആണെന്ന് പറയാം, അല്ല എന്നും പറയാം. കാരണം നമ്മൾ റിയൽ കമ്പനിക്ക് വേണ്ടിയാണ് നമ്മൾ ഇടുന്നത്. നമ്മളിപ്പോ ഒരു കാർഡ് ഗെയിം കളിക്കുന്ന പോലെയല്ല. അത് നമ്മള് ആ കമ്പനിനെ കുറിച്ച്, ആ കമ്പനിയുടെ ഫോർകാസ്റ്റും എല്ലാം അറിഞ്ഞ് നമുക്കൊരു ഫ്യൂച്ചറിൽ ഈ കമ്പനി ഗ്രോത്ത് ആണോ ഉള്ളത്, ഇതെല്ലാം അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഫൈനാൻഷ്യൽ ഇയർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു കമ്പനിയുടെ. പക്ഷെ ഇത് നമ്മള് ആളുകളെല്ലാം ചെയ്യുന്നത് അറിയോ, ഒരാള് പോകുന്നതിന്റെ പുറകെ പോകും. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. ഇപ്പൊ ഇലാൻ മസ്ക് എന്ന് പറയുന്നത് നാളെ ഡോജ് കോയിൻ $20 ആവും, അപ്പൊ തന്നെ എല്ലാരും പോയി ഇത് കൊണ്ടിടും. ഇതല്ലേ എല്ലാരും ചെയ്യുന്നത്. പക്ഷെ ഞാനും ചെയ്താണ്. ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇല്ല. ഈ സ്റ്റോക്ക് മാർക്കറ്റും എല്ലാം ഇപ്പൊ നല്ലോണം ഹോൾഡ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ചെയ്യുവാണെങ്കിൽ അതിലൊരു സ്റ്റേബിൾ പ്രോഫിറ്റ് കിട്ടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു S&P 500, നാസ്ഡാക്ക്, ഇതെന്ന് പറയുമ്പോൾ ഒരു ഇൻഡെക്സ് ഫണ്ടുകളാണ്. അതെന്ന് പറയുമ്പോൾ ഒരു 10-50 കമ്പനികളുടെ ഒരു കൂട്ടായ്മ ചേർന്നിട്ടുള്ള ഒറ്റ സ്റ്റോക്ക് അത്. കാരണം ഇതിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്ത് അതിനുണ്ടായി. ചിലപ്പോൾ ഒരു 4%, 6% കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് നമുക്ക് കയറി പോകുന്നത്. അതൊരു ഗ്യാരണ്ടി, ഒരു ചെറിയൊരു ഗ്യാരണ്ടി ഉണ്ട്, സേഫ് ആണ്, ഇത് പോലും ഈ കമ്പനികളൊന്നും പൊട്ടിപ്പോവില്ല. നേരെ തിരിച്ച് ഈ ചെറിയ ഇന്നിറങ്ങിയത് cannabis.ca ഇവരുടെ കമ്പനി കൊണ്ട് നമ്മൾ ഇന്ന് തുടങ്ങിയത് അടുത്ത ആഴ്ച ഇവിടുത്തെ കഞ്ചാവ് വർദ്ധിക്കും. ഇവിടെ കുറെ കഞ്ചാവ് ലീഗലായതിനു ശേഷം ഇവിടെ തുടങ്ങി കുറെ സ്റ്റോക്കുകളുണ്ട്, ഇതിനെ എല്ലാരും മേടിച്ചു കൂട്ടുണ്ട്. പക്ഷെ അതൊന്നും മര്യാദക്ക് ചെയ്ത് അതൊരു ഗ്യാരണ്ടി ഇല്ലാത്ത സാധനം. പക്ഷെ ഇതേപോലത്തെ ആമസോൺ, ഇപ്പൊ ഈ ടെസ്ല, ആപ്പിള്,
ഈ കമ്പനികൾക്കൊക്കെ കുറച്ചും കൂടി നമുക്കൊരു സ്റ്റെബിലിറ്റി തോന്നുന്ന കമ്പനിയാണ്. അതിലൊക്കെ ഒന്ന് സ്മാർട്ടായിട്ട് ഇപ്പൊ ഞാൻ പറയണമെന്ന് കേൾക്കണ്ട, ഒരുപാട് ഉറപ്പായിട്ടും ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഇതൊരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് നല്ലൊരാളെ കണ്ടുപിടിക്കുക. ഇപ്പൊ ഈ ടിക്ടോക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കണ്ടുവന്ന ഈ സ്റ്റോക്ക് ഗുരൂസ് അല്ല, നമുക്ക് നല്ല ആളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സത്യം നല്ല സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത് ചെറിയൊരു ലെസൺ ആക്കി എടുക്കുക നമ്മുടെ ഇതില്. ഞങ്ങളുടെ ചിലപ്പോൾ ഇത് നമ്മുടെ ചെറിയൊരു എപ്പിസോഡായിരിക്കും, ബട്ട് ഞങ്ങൾ ഇതിനകത്ത് നമ്മള് കുറച്ച് ഗാംബ്ലിങ്ങും കുറച്ച് നമുക്ക് പറ്റിയ കളഞ്ഞതും കാശ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നു. അതെ, ആദ്യമേ കാശ് നമ്മൾ കളഞ്ഞു, അത് കഴിഞ്ഞിട്ട് പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് അത് ശരിയാക്കാനായിട്ട് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് അതിനി എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളതിന്റെ കാര്യങ്ങൾ. അതെ, ഇപ്പൊ സേവ് ചെയ്യാതെ ഞങ്ങൾ ചെയ്യുന്ന കുറെ രീതികളുണ്ട്. ഇപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഇടയിൽ കമന്റ് ചെയ്യാം. അതെ അല്ലേ, അത് കഴിഞ്ഞാൽ നമുക്കറിയാം, ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റും. അത്രേ ഉള്ളൂ. പിന്നെ അതും അല്ലാണ്ട് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അല്ലെങ്കിൽ വേറെ പല പല ടോപ്പിക്കുകളെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഞങ്ങളുടെ ഇടയ്ക്ക് പറയുവാണെങ്കിൽ. അതെ, കാര്യം എന്ന് വെച്ചാൽ ഞങ്ങള് പറഞ്ഞല്ലോ, ഞങ്ങൾ എന്തിനേയും പറ്റി സംസാരിക്കും. അപ്പൊ ഈ എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പൊ പുതിയൊരു നല്ലൊരു എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ സൈനിങ് ഓഫ്, ഞാൻ അഖിൽ ടൈറ്റസ്, ഞാൻ ആകാശ് ഷാജി ഫ്രം OSP.